കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ യെസ് ഇത് ലവ് ബൈറ്റ്സ് തുടരുന്നു. എന്നും നമുക്ക് കൂടെയുള്ളത് കൂട്ടായുള്ളത് നമ്മുടെ സ്നേഹം മാത്രമാ. മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട ആ ആള് നമുക്ക് കൂട്ടിനുണ്ടാവും. ഇല്ലെങ്കിൽ ആ ഇഷ്ടത്തില് സത്യമുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഒരു വാക്ക് പോലും മിണ്ടാതെ ഞാൻ അവളെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ടിട്ട് പലരും ചോദിച്ചു, വാട്ട്സ് ഹാപ്പനിങ്? എന്താ ഇത്? 4 വർഷം മുമ്പാണ് എനിക്കൊരു ചെറിയ പെയിൻ വന്നത് സ്റ്റൊമക്കിൽ. ആദ്യമൊന്നും കാര്യമാക്കിയില്ല. ബട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ പെയിൻ വന്നു. ഡോക്ടറെ കണ്ടപ്പോൾ അഡ്വാൻസ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എനിക്കിതല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാൻ? ഞാൻ അവിടുത്തെ കാത്തിരിക്കാൻ പറയണം? ഐ കനോട്ട്. എന്നിൽ നിന്ന് പറിച്ചറിയാം. ഐ കനോട്ട്. അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ അവോയ്ഡ് ചെയ്തത്. So that was what this drama was all about. അവളെ വേദനിപ്പിക്കാതിരിക്കാനായിട്ടാ അവൻ. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരിക്കൽ അവളത് അറിയില്ലേ? അന്ന് അവൾക്ക് വേദന ഉണ്ടാവില്ലേ? ആ വേദനയിൽ അവൾ ഒരുപാട് ഉരുകില്ലേ? അന്ന് എനിക്ക് അവൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. അതെന്താ ചിന്തിക്കാത്ത? കേട്ടുകൊണ്ടിരിക്കുന്നു ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അകലങ്ങൾ നമ്മെ അകറ്റിയാലും നീ എന്നും ഒരു മധുര സ്വപ്നമായി എൻ്റെ ഹൃദയത്തിലുണ്ടാകും. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് തുടരുന്നു. പ്രണയിക്കുന്ന 2 ആത്മാക്കളെ ഒരിക്കലും അകറ്റാൻ സാധിക്കില്ല. എത്രയൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അവർ വീണ്ടും ഒന്നാകും. ഒരു വാക്ക് പോലും മിണ്ടാതെ ഞാൻ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി നടന്നു. ഉള്ളിലെ വിഷമം ഒതുക്കി വെച്ചോണ്ട് അവളും എൻ്റെ കൂടെ. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും അവസാനത്തെ ബസ്സും പോയിരുന്നു. അപ്പോഴും ഞങ്ങളെ എന്നും ഒന്നിപ്പിച്ചിരുന്ന ആ മഴ വീണ്ടും പെയ്യുന്നുണ്ടായിരുന്നു. ഒരു ടാക്സി വിളിച്ചു കൊടുത്തു ഞാൻ. ആദ്യം കണ്ട ടാക്സിയിൽ അവളെ കയറ്റി വിടുമ്പോഴും അതിൻ്റെ പുറകിലിരുന്ന് അവൾ എന്നെ നോക്കുമ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. I couldn't say anything. I just said, take care of yourself. ടാക്സി മുന്നോട്ട് വിട്ടു പോകുമ്പോൾ ഞാനതിൻ്റെ പുറകിലോടി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പക്ഷെ ആ മഴയിൽ ആരും കണ്ടില്ല. ആരും. പ്രണയിക്കുന്ന 2 പേര് പിരിയുന്ന ആ നിമിഷം എത്ര വേദന നിറഞ്ഞ ഒന്നല്ലേ അത്. ഒന്നാകണം എന്ന് മനസ്സിൽ കരുതിയവര് ഇനിയൊരിക്കലും അവരൊന്നാകില്ല എന്നുള്ള തിരിച്ചറിവിലേക്കാ അവരെത്തുന്നേ. ആ ഒരു നിമിഷം അത് കണ്ടു നിൽക്കാനേ വയ്യ. Stay tuned to Love Bites on Club FM for ton കണക്കിന് റൊമാൻസ്. Love is harsh at times, but it is the best thing in the world. Club FM-ൽ ഇത് Love Bites തുടരുന്നു. നിലച്ചിരിക്കാതെ സംഭവിക്കുന്ന ഒരു പ്രണയം, അത് തീരെ പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ടുപോകുമ്പോ എന്താ പറയാ? അന്ന് ആ ടാക്സിയിൽ കയറി പോയതാണ്. പിന്നീട് ഒരിക്കലും അവൾ എന്നെ വിളിച്ചിട്ടില്ല. എനിക്കറിയാം, എൻ്റെ കണ്ണീര് കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഷീ വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ്. ഐ ലെഫ്റ്റ് വിതൗട്ട് റിഗ്രറ്റ്സ്. കാരണം അവളെ ഞാൻ ആ വേദനയിൽ നിന്ന് രക്ഷിച്ചില്ലേ, എന്നിൽ നിന്നും ഞാൻ അവളെ രക്ഷിച്ചില്ലേ. ഐ തിങ്ക് ഐ വാസ് റൈറ്റ്. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയല്ല. ഐ എം സൂസൻ. അവൻ വേദനിപ്പിക്കാതെ വിട്ട ആ പെൺകുട്ടി. അവനില്ലാതായി 1 വർഷത്തിനു ശേഷം എനിക്ക് കിട്ടിയ അവൻ്റെ ഡയറിയിലെ എൻ്റെ ഓർമ്മകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. ഐ ഹേറ്റ് സാഡ് എൻഡിങ്സ്. പക്ഷേ ജീവിതത്തിലെല്ലാം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ലല്ലോ, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are tuned to Kerala's number 1 FM, Club FM. This is Love Bites. It's Renu. I might fade into a small memory of her life. It's okay. I might be one drop in her whole ocean. It's okay. I might be one chapter in her gigantic novel. It's okay. But she's my amor, my love. I love her no matter what. One never forgets their first real love. And she was mine. I'll keep her in my heart and in my mind forever. ഞാൻ ഇഷ്ടപ്പെട്ട ആ ആള് എന്നും എൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എനിക്കൊരിക്കലും അയാളെ മറക്കാൻ കഴിയില്ലെന്ന്. Before I sign off from Club FM's Love Bites, let me just say, always love, keep loving,
and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Good night. Take care.